ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ഇപ്പോൾ നിങ്ങൾ ദൈവത്തെയോ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത്? ഇന്നും നിങ്ങൾ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസന്മാരല്ല. ജനപ്രിയ സുവിശേഷകന്മാർ, ജനപ്രിയ സുവിശേഷം, ഇത് ആളുകളെ ഒരുപാട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ അന്വേഷിക്കുന്നത് ക്രൂശിൻ്റെ മാർഗത്തിൽ എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ചല്ല, മറിച്ച് സുഖജീവിതം മോഹിച്ചുകൊണ്ടുള്ള ഒരന്വേഷണമാണ് പലരിലും കാണുന്നത്. മാനസാന്തരത്തിലേക്കും അതുവഴി നിത്യജീവനിലേക്കും നയിക്കുന്ന സത്യസുവിശേഷത്തെക്കാൾ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന ജനപ്രിയ സുവിശേഷകന്മാരോടും സുവിശേഷത്തോടും ആണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. പാപത്തെ വെറുക്കുവാനോ വിശുദ്ധിയെ പിന്തുടരുവാനോ സ്വയത്തെ നിഷേധിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കാം എന്ന് പഠിപ്പിക്കുന്ന അനേക സന്ദേശങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യസുവിശേഷം അതൊരിക്കലും ജനപ്രിയമല്ല. അത് മനുഷ്യൻ്റെ ഹൃദയത്തെ തകർക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പാകെ അവനെ തന്നെ താഴ്ത്തുവാൻ പ്രേരിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സന്ദേശമാണ്. ജനപ്രിയ സുവിശേഷങ്ങളും ജനപ്രിയ സുവിശേഷകന്മാരും എപ്പോഴും ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ മോഹങ്ങളെ ഉണർത്തുന്ന നിലയിൽ സംസാരിക്കുന്നവരാണ്. അവരെപ്പോഴും അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും, പക്ഷേ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് അവർ നിശബ്ദരായിരിക്കും. എപ്പോഴും അവർ കിരീടങ്ങളെക്കുറിച്ച് സംസാരിക്കും, പക്ഷേ ക്രൂശെടുക്കുന്നതിനെക്കുറിച്ച് അവർ മിണ്ടുകയില്ല. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കേൾക്കുവാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് വേദികൾ ലഭിക്കുന്നു. പക്ഷേ ഇതൊന്നും അവരുടെ ആത്മാവിനെ നിത്യജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് നയിക്കുന്നില്ല. ഇന്ന് പലരും ദൈവത്തെക്കാൾ അധികം ദൈവത്തിൻ്റെ ദാനങ്ങളെ അന്വേഷിക്കുന്നവരാണ്. വിശുദ്ധിയേക്കാൾ വിജയങ്ങൾ തേടിപ്പോകുന്നവരാണ്. ഭൂമിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ആത്മീക വളർച്ചയെക്കാളും അവർ താല്പര്യപ്പെടുന്നത്. യഥാർത്ഥ സുവിശേഷം മനുഷ്യനെ ലോകസ്നേഹത്തിൽ നിന്ന്, ലോക ഇമ്പങ്ങളിൽ നിന്ന് വേർതിരിച്ച് ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നതാണ്. മാനസാന്തരത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ആത്മസമർപ്പണത്തിലേക്കുമൊക്കെ നയിക്കുന്നതാണ്. എന്നാൽ സഭ ജനപ്രിയ സന്ദേശങ്ങളുടെ, സുവിശേഷകരുടെ പിന്നാലെ ഓടുമ്പോൾ സത്യത്തിൻ്റെ ശബ്ദം ഇവിടെ മങ്ങിപ്പോവുകയാണ്. ജനക്കൂട്ടത്തെ ആകർഷിക്കുവാൻ വേണ്ടി ഇന്ന് ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരെന്ന് വിളിക്കപ്പെടുന്നവരും സത്യത്തെ ലഘൂകരിക്കുകയാണ്. അതുകൊണ്ട് ആത്മീയ ശക്തി വെളിപ്പെടുന്നില്ല. ദൈവവചനം മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ലല്ലോ, അത് മനുഷ്യരെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കേൾക്കുന്ന സന്ദേശങ്ങളും ആരെ കേൾക്കുന്നുവോ ആ വ്യക്തികളെയും ഒക്കെ വിവേചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും. മനുഷ്യനെ ഉയർത്തുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു സന്ദേശം കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ അന്ത്യകാലത്ത് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന അത് തന്നെയാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇന്നത്തെ പല സന്ദേശങ്ങളും മനുഷ്യൻ്റെ ചെവിക്ക് ഇമ്പമുള്ളതാകുന്നു. നീ മഹാനാകും, നിനക്ക് പരാജയം ഉണ്ടാവില്ല, ദൈവം നിന്നെ ഉയർത്തും, നിനക്ക് സമ്പത്ത് ലഭിക്കും. ഇതെല്ലാം കേൾക്കാൻ എന്ത് ഇഷ്ടമാണ് എല്ലാവർക്കും, മനോഹരവുമാണത് കേട്ടുകൊണ്ടിരിക്കുവാൻ. നീ പാപിയാണെന്നും നിനക്കൊരു മാനസാന്തരം ആവശ്യമാണെന്നും നീ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണമെന്നും വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണുവാൻ നീ എത്ര വലിയവനാണെങ്കിലും നിനക്ക് സാധ്യമല്ലെന്നും പറയുന്ന സന്ദേശങ്ങൾ ഇന്ന് ദുർലഭമായിരിക്കുന്നു. ക്രൂശില്ലാത്ത സുവിശേഷം രക്ഷയുടെ സുവിശേഷമാകുന്നത് എങ്ങനെയാണ്? ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് കിരീടത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു, പക്ഷേ ക്രൂശിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അനുസരണത്തെക്കുറിച്ചും ആത്മസമർപ്പണത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നില്ല.
യേശു പറഞ്ഞത് സ്വയം നിഷേധിക്കുന്നവരാവുക, ക്രൂശെടുക്കുക, പിന്നെ എന്നെ അനുഗമിക്കുക. അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിനോദയാത്രയല്ല, അതൊരു ആത്മീയ യുദ്ധമാണ്. അതൊരു പോർക്കളത്തിൽ നിൽക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇന്ന് സഭയെ ദുർബലമാക്കുന്നത് ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ്. വിശുദ്ധി എന്ന വാക്കുപോലും ഇന്ന് പലരും ഒഴിവാക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇന്ന് കുറഞ്ഞിരിക്കുന്നു. ലോകസ്നേഹം സഭയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറിയിരിക്കുന്നു. എല്ലായിടത്തും ആരാധനയുണ്ട്, പക്ഷേ അനുസരണമില്ല. ഗാനങ്ങളുണ്ട്, വർഷിപ്പ് ലീഡേഴ്സുണ്ട്, പക്ഷേ കണ്ണുനീരിൻ്റെ അവസ്ഥകളില്ല. ശുശ്രൂഷകളുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, പക്ഷേ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരില്ല. സഭകളിലേക്ക് ആളുകളുടെ തള്ളിക്കയറ്റമുണ്ട്, പക്ഷെ ദൈവ സാന്നിധ്യം ഇല്ല. ദൈവം അന്വേഷിക്കുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ കൂട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ദൈവം അന്വേഷിക്കുന്നത് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളെയാണ്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നാം കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ പണം നേടുവാൻ, കൂടുതൽ പ്രശസ്തി നേടുവാൻ, കൂടുതൽ ലോകസ്നേഹികളാക്കുവാൻ, കൂടുതൽ ഈ ലോകത്തെ സ്നേഹിക്കുന്ന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്ന സന്ദേശങ്ങൾ ഒഴിവാക്കണം. ലോകത്തെ സ്നേഹിക്കരുത്, ജഡത്തെ ക്രൂശിക്കണം, ദൈവരാജ്യത്തിന് പരിഗണന കൊടുക്കണം, സ്വർഗീയ ചിന്തകളാൽ നിറയപ്പെടണം എന്ന് പറയുന്ന സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുക. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായിട്ട് നന്ദി. വചനം കേൾക്കുന്ന എല്ലാവരും വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു.